ഹായ് ഹലോ, എൻ്റെ പേര് അമൽ അഹമ്മദ് സലാം. ഞാൻ ഈ വർഷത്തെ നീറ്റ് 2024 എഴുതി. ദൈവം സഹായിച്ച് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചു. എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 695 ആണ് 720-ൽ. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 2170 ആണ്. കേരള റാങ്ക് 192. ആൻഡ് ഈ വർഷം ഞാൻ ഇന്ത്യയിലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് ഞാൻ അഡ്മിഷൻ എടുത്തു. എനിക്ക് ആ ഒരു അച്ചീവ്മെൻറ്റിന് സഹായിച്ചത് ബ്രില്യൻ ഫാമിലിയാണ്, പ്രത്യേകിച്ച് ബ്രില്യൻ്റെ കൊല്ലം ഫാമിലി. ഇതൊരു ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള പോലെ ഇതൊരു കുടുംബമാണ്, ഇതൊരു ഫാമിലിയാണ്. കൊല്ലത്ത് നമുക്ക് കുറേ സ്റ്റുഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുറച്ചുകൂടെ പീസ്ഫുൾ എൻവയൺമെൻ്റ് ആയിരുന്നു. പാലാ സെൻറ്ററിൽ വെച്ച് നോക്കുമ്പം നമുക്ക് അവിടെ കൊല്ലം സെൻറ്ററിൽ 400 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷന് ഉപരി നമുക്ക് എല്ലാം ഒരു പീസ്ഫുൾ എൻവയൺമെൻറ്റിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നു. ടെൻഷൻ ഫ്രീ ആയിരുന്നു, സ്ട്രെസ് ഫ്രീ ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഗുണമായിട്ട് അതായിരുന്നു. പിന്നെ കൊല്ലത്തെ ഫാക്കൽറ്റി എല്ലാവർക്കും ഡൗട്ടുള്ളതാണ്, പാലയിലെ ഫാക്കൽറ്റി തന്നെയാണോ കൊല്ലത്ത് കിട്ടുന്നതെന്ന്. അതിനൊരു ഡൗട്ടും ഇല്ല. കൊല്ലത്തെ ഫാക്കൽറ്റീസ് എല്ലാം പെർഫെക്റ്റ്, ഓൾ ഓവർ കേരള അവർ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ലൈബ്രറി ഫെസിലിറ്റീസ്, റെഫറൻസ് ഫെസിലിറ്റീസ്, ലേണിംഗ് ആപ്പ് എല്ലായിടത്തും കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ക്യാൻറ്റീൻ, ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, എവ്രി വൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. കൂടെ പ്രദീപ് സാറ്, സന്തോഷ് സാർ, ദേ ഓൾ വെയർ ലൈക്ക് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വർഷത്തെ അടുത്ത വർഷം വരുന്ന 2025 സ്റ്റുഡൻസിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യുക. വർക്കിലാണ് കാര്യം ഇരിക്കുന്നത്. അതിപ്പം ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ +1 +2 കഴിഞ്ഞിരുന്ന ഓരോ ബേസിക്കലി ആൾക്കാരായിരിക്കും എല്ലാവരും വരുന്നത്. അപ്പം മാക്സിമം ക്ലാസ്സിൽ തന്നെ ഇരുന്ന് നമ്മൾ അന്ന് പഠിപ്പിക്കുന്ന അന്നുള്ള സംഭവം ക്ലാസ്സിൽ ഇരുന്ന് തന്നെ മാക്സിമം പഠിക്കാൻ നോക്കിയിട്ട് വീട്ടിൽ പോയിട്ട് ഒരു 1.5 hours കൊണ്ട് നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്ത് ആ ഒരു ദിവസത്തെ നിങ്ങൾക്ക് സെറ്റാക്കി വെക്കാൻ പറ്റും. എന്നിട്ട് വീക്ക്ലി എക്സാംസിന് ഇനീഷ്യൽ ടൈമിലാണെങ്കിൽ വീക്ക്ലി എക്സാംസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ മാക്സിമം ഇവിടെ യൂട്ടിലൈസ് ചെയ്തത് റെഫറൻസ് ഫെസിലിറ്റീസ് ആയിരുന്നു. അതെന്നെ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. വളരെയധികം വെച്ചാൽ വളരെയധികം. ലൈബ്രറിയിൽ തന്നെ പലതരം ബുക്സ്, ഇപ്പം ബ്രില്യൻ്റെ മെറ്റീരിയൽസ് തന്നെ നമുക്ക് മോർ ദാൻ ഇനഫ് ആണ്. അതിനുപരി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലൈബ്രറി ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിരിക്കുക, എപ്പോഴും ടെൻഷൻ അടിക്കാതെ. ടെൻഷൻ കൊണ്ട് നമുക്ക് ഡൗൺസേ ഉണ്ടാവുന്നുള്ളൂ, അപ്സ് ഉണ്ടാവുന്നില്ല. സോ നമ്മുടെ ചൂസാണ് ടെൻഷൻ വേണോ ഇല്ലയോ. മാക്സിമം കുറയ്ക്കാൻ പാടാണ്. എന്നാലും നിങ്ങൾ എക്സാംസിന് മുമ്പ് അത് ടെൻഷൻ ഒഴിവാക്കുക. എക്സാംസിന് മുമ്പെങ്കിലും പഠിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉള്ളത് നല്ലതാണ്, കാരണം നമുക്കൊരു ഫോഴ്സ് കിട്ടും. എക്സാംസിന് മുമ്പ് അത് ഒഴിവാക്കി എക്സാംസ് ചെയ്താൽ നോക്കുക, മാർക്ക് കൂടും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ബ്രില്യനിലെ എല്ലാ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് അടുത്ത വർഷം ഞാൻ ഇപ്പം TMCയിൽ കയറിയത് പോലെ ഒരു TMC 25 ബാച്ചിലേക്ക് എല്ലാവരും വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.